പയ്യന്നൂർ സഹകരണ ആശുപത്രി സൊസൈറ്റിയുടെ നേത്രവിഭാഗം കൂടുതൽ സൗകര്യങ്ങളോടെ സഹകരണ നേത്രാലയം സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും കണ്ടങ്കാളിയിലെ ചേടമ്പത്ത് ശാന്തകുമാരിയുടെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ പയ്യന്നൂർ സഹകരണ ആശുപത്രിക്ക് സൗജന്യമായി നൽകിയ ഹൈടെക് ICU ആംബുലൻസ് ഏറ്റുവാങ്ങലും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. ഒന്ന്, വളരെ വിപുലമായിട്ടുള്ള പൊതുജനാരോഗ്യ ശൃംഖലയുടെ മഹത്വം കൊണ്ടാണ്. വളരെ വിപുലമായിട്ടുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ 1957 മുതൽ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും വളർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സ്വകാര്യ ആശുപത്രികളും കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ സ്വകാര്യ ആശുപത്രികളും കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ അവിടെ ആവശ്യത്തിലധികം രോഗികൾക്ക് താങ്ങാൻ കഴിയുന്നതിലധികം ചികിത്സാ ചെലവുകൾ വരുമ്പോൾ അതിനെ അല്പം നിയന്ത്രിക്കേണ്ടതാണ് എന്ന് കരുതിക്കൊണ്ടാണ് 2016-21 കാലഘട്ടത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് നമ്മൾ പാസ്സാക്കിയത്. പയ്യന്നൂർ സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് M ആനന്ദൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് V നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA DI മധുസൂദനൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനവും മുൻ MLA C കൃഷ്ണൻ ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനവും P സന്തോഷ് നീതി ഫാർമസിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഷെയർ സമാഹരണം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ലേസർ റൂം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ C അജിത് കുമാർ ഓൺലൈൻ ടോക്കൺ ബുക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീജ AK, സീമാഭായ് VV, ഡോക്ടർ രഞ്ജിത്ത്, ജയരാജ് K, V ബാലൻ, ഇസ്മയിൽ VKP, P ജയൻ, PV ദാസൻ, ഇക്ബാൽ പോപ്പുലർ, ധനേഷ് കണിയാംകുന്ന്, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ P പുഷ്പാങ്കദൻ, KV സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.